നാഗരികതയിൽ നിന്നും ഒരുപാട് അകലെ സൈബീരിയയിലെ വിജനമായ തണുത്തു മരവിച്ച ഒരു സമതല പ്രദേശം. എങ്ങും നിശബ്ദത മാത്രം. കാൽമുട്ടോളം അളവിലുള്ള മഞ്ഞുവീഴ്ചയിലൂടെ ഒരു പര്യവേഷകൻ പതിയെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. അസ്ഥികൾ വരെ മരവിപ്പിക്കുന്ന തണുത്ത കാറ്റ് ഓരിയിടുന്ന ശബ്ദവും പിന്നെ തന്റെ ബൂട്ട്സിനടിയിൽ ഞെരിഞ്ഞമരുന്ന മഞ്ഞിന്റെ ശബ്ദവും മാത്രമേ കേൾക്കാനുള്ളൂ. ഒരിടത്തെത്തിയപ്പോൾ കുറച്ചകലെ മഞ്ഞിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന എന്തോ ഒന്ന് കണ്ടു. കൗതുകത്തോടെ അയാൾ അടുത്തു ചെന്ന് നോക്കി. അത് തീവ്രമായ തണുപ്പിൽ ഉറഞ്ഞുപോയ ഒരു പാറയായിരിക്കുമെന്നാണ് ആദ്യമായി അയാൾ കരുതിയത്. പക്ഷെ എന്നിരുന്നാലും ഈ പാറയ്ക്ക് എന്തോ ഒരു പന്തികേടുള്ളതുപോലെ തോന്നി. അയാൾ പാറയിൽ നിന്നും ശകലം മഞ്ഞ് തുടച്ചു മാറ്റി നോക്കി. അപ്പോൾ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു. അത് ഏതോ ജീവിയുടെ രോമമാണ്. കട്ടിയുള്ള ബ്രൗൺ നിറത്തിലുള്ള രോമം. അയാളുടെ കൈകൾ വിറച്ചു. എങ്കിലും ഇതെന്താണെന്നറിയാനുള്ള അടങ്ങാത്ത കൗതുകത്തിൽ അയാൾ വീണ്ടും മഞ്ഞ് മാന്തി നോക്കി. പതിയെ ആ ജീവിയുടെ രൂപം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആദ്യം തല കണ്ടു, പിന്നെ ഒരു വലിയ തുമ്പിക്കൈ കണ്ടു, അവസാനം നീണ്ടു വളഞ്ഞ വമ്പൻ കൊമ്പുകളും കണ്ടു. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ ഒരു ജീവിയാണ്. എന്നിട്ടും ഏത് നിമിഷം വേണമെങ്കിലും ഉണരാമെന്ന് തോന്നിപ്പിക്കും വിധത്തിൽ ശരീരം വളരെ സുരക്ഷിതമായി ഇത്രയും കാലം മഞ്ഞിൽ ഉറഞ്ഞു കിടന്നു. ഇത് വെറും ഒരു സാധാരണ ജീവിയുടെ ശരീരമായിരുന്നില്ല. പുരാതന കാലത്തിൽ ഹോമോസാപ്പിയൻസിന് മുന്നേ ഉണ്ടായിരുന്ന മറ്റു മനുഷ്യർക്കൊപ്പം ജീവിച്ചിരുന്ന അതിബൃഹത്തായ ഒരു ജീവിയാണ്. ഇതാണ് വൂളി മാമത്ത്. ഏകദേശം 4 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 4000 വർഷങ്ങൾക്ക് മുൻപ് വരെ ആർട്ടിക് പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഒരുതരം ആനവർഗമാണ് വൂളി മാമത്ത്. ഇവ ഇന്നത്തെ ആനകളുടെ പൂർവികരാണെന്ന തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ വൂളി മാമത്ത് ഇന്നത്തെ ആനകളുടെ കസിൻസ് പോലെയാണ്. കാരണം ഇന്നത്തെ ആനകളും വൂളി മാമത്തുകളും ഒരു പൊതു പൂർവികനിൽ നിന്നുമാണ് പരിണമിച്ചത്. വൂളി മാമത്സിന്റെയും ഇന്നത്തെ ആനകളുടെയും DNA തമ്മിൽ 99.6% സാമ്യതയുണ്ട്. ഏകദേശം 60 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരു പൊതു പൂർവികനിൽ നിന്നും നിരവധി പുതിയ ജീവിവർഗങ്ങൾ പരിണമിച്ചു. അതിൽ 2 എണ്ണമാണ് ആനകളും മാമത്തുകളും. ആനകൾ ആർട്ടിക് പ്രദേശങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. എന്നാൽ മാമത്തുകളാണെങ്കിൽ ആർട്ടിക് പ്രദേശങ്ങളിൽ പോലും വ്യാപിച്ചു. അങ്ങനെ ആർട്ടിക്കിലെത്തിയ മാമത്തുകളിൽ നിന്നുമാണ് കാലക്രമേണ ആർട്ടിക്കിന്റെ തീവ്രമായ തണുപ്പിനെ പൂർണ്ണമായും അതിജീവിക്കാൻ തക്ക വിധത്തിൽ വൂളി മാമത്തുകൾ പരിണമിച്ചത്. ഇവയുടെ ശരീരഘടനകൾ മുഴുവൻ ഒരു മഞ്ഞ് ലോകത്തിന് മാത്രം പറ്റിയ രീതിയിലാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഇവയ്ക്ക് ശരീരം മുഴുവൻ 3 അടിയോളം നീളമുള്ള വലിയ രോമങ്ങളുണ്ട്. ഗോഡ് ഹെയർസ് എന്നാണ് ഈ രോമത്തിന് പറയുന്ന പേര്. നല്ല കട്ടി കൂടിയ പരുപരുക്കൻ രോമങ്ങളായതിനാൽ ഗോഡ് ഹെയർസ് വിൻഡ് പ്രൂഫ് ആണ്. ആർട്ടിക്കിലെ ദയയില്ലാത്ത തീവ്രമായ തണുത്ത കാറ്റിനെ പ്രതിരോധിക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ്. അതിനു പുറമെ ഈ രോമങ്ങൾ ഹൈഡ്രോഫോബിക്കുമാണ്. അതായത് ചില ഇലകളെ പോലെ വെള്ളത്തിനെ പരമാവധി വികർഷിക്കും. ഒരു തരത്തിൽ ഇത് വാട്ടർ പ്രൂഫ് ആണെന്ന് തന്നെ പറയാം. നനവ് കൂടിയ ആർട്ടിക് പ്രദേശങ്ങളിൽ ജീവിക്കുമ്പോൾ ശരീരം നനവ് തട്ടാതെ എപ്പോഴും ഡ്രൈ ആയിരിക്കാൻ ഈ വാട്ടർ പ്രൂഫിങ്ങും വളരെ അത്യാവശ്യം തന്നെ. ഗോഡ് ഹെയർസിന് അടിയിൽ വളരെ സാന്ദ്രത കൂടിയ അണ്ടർകോട്ട് എന്ന് പറയുന്ന മറ്റൊരു പാളി രോമവും കൂടെയുണ്ട്. 3 ഇഞ്ച് വരെ നീളമുള്ള ഈ രോമങ്ങൾ ചൂട് കാറ്റിനെ ട്രാപ്പ് ആക്കി നിർത്തും. അതിലൂടെ ഈ ആനകൾക്ക് ശകലം ചൂട് ലഭിക്കും. ഇതിനു പുറമെ സ്കിന്നിനടിയിൽ 8 സെന്റിമീറ്ററോളം കട്ടിയുള്ള ഒരു ഫാറ്റിന്റെ ലെയറുമുണ്ട്. ഇത് ശരീരത്തിന്റെ ചൂടിനെ നഷ്ടപ്പെടാതെ ഇൻസുലേറ്റ് ചെയ്തു വെക്കും. ഇതൊക്കെ കാരണം -50°C താപനിലയിൽ പോലും വൂളി മാമത്തുകൾക്ക് ജീവിക്കാനാകും. വേനൽക്കാലമാകുമ്പോഴേക്കും ഈ രോമങ്ങളെല്ലാം പൊഴിച്ചു കളയും. അല്ലെങ്കിൽ ഇവയ്ക്ക് ചൂട് താങ്ങാൻ പറ്റില്ല. ഇന്നത്തെ ആനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വൂളി മാമത്സിന്റെ ചെവികൾ തീരെ ചെറുതായിരുന്നു. ശരീരത്തിൽ നിന്നും ചൂട് പുറത്തു കളയാൻ വേണ്ടിയിട്ടാണ് ആനകൾക്ക് വലിയ ചെവികൾ പരിണമിച്ചിരിക്കുന്നത്. പക്ഷേ വൂളി മാമത്തിന് അതിന്റെ ആവശ്യമില്ല. ഇതേ കാരണം കൊണ്ടാണ് വൂളി മാമത്സിന്റെ വാലുകളും തീരെ ചെറുതായിരിക്കുന്നത്. ഇന്നത്തെ ആനകളുടെ വാലിന് 150 സെന്റിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും. എന്നാൽ വൂളി മാമത്സിനാണെങ്കിൽ പരമാവധി 35 സെന്റിമീറ്റർ നീളമേ ഉണ്ടായിരിക്കൂ. വൂളി മാമത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് ഇവയുടെ ബൃഹത്തായ നീണ്ടു വളഞ്ഞ കൊമ്പുകളാണ്. ഈ കൊമ്പുകൾക്ക് 14 അടി വരെ നീളവും 100 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും വയ്ക്കാൻ കഴിയും. മുന്നിലോട്ട് കൂർത്ത് നിൽക്കുന്നതിന് പകരം ഈ കൊമ്പുകളുടെ അറ്റം പിന്നിലോട്ട് വളഞ്ഞാണ് നിൽക്കുന്നത്. ഇത്രയും വളഞ്ഞ കൊമ്പുകൾ ഉപയോഗിച്ച് എന്തായാലും മറ്റ് ജീവികളെ ആക്രമിക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ ഈ കൊമ്പുകൾ എന്തിനായിരിക്കും ഇവ ഉപയോഗിച്ചിരുന്നത്? ഈ ചോദ്യം പണ്ട് വലിയൊരു നിഗൂഢതയായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അതിന്റെ ശരിക്കുമുള്ള ഉപയോഗം മനസ്സിലായി. സംഭവം ഈ കൊമ്പുകളെ മഞ്ഞ് മാന്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്.
കൊമ്പുകൾ മഞ്ഞിൽ വെച്ച് വശങ്ങളിലേക്ക് ശക്തമായി ചലിപ്പിക്കുമ്പോൾ വളരെ വേഗം വൻതോതിൽ മഞ്ഞ് നീക്കാൻ കഴിയും. അങ്ങനെ ചെയ്യുന്നതിലൂടെ മഞ്ഞിനടിയിൽ കിടക്കുന്ന പുല്ല് കണ്ടെത്തി തിന്നാൻ പറ്റും. കൊമ്പുകളുടെ വശങ്ങളിൽ പറ്റിയ ഉരഞ്ഞ പാറ്റേൺസും കേടുപാടുകളുമൊക്കെ കണ്ടപ്പോഴാണ് ഗവേഷകർക്ക് ഈ കാര്യം മനസ്സിലായത്. മെയിൽ വൂളി മാമത്തുകൾ പരമാവധി 11 അടിയോളം ഉയരവും ശരാശരി 6000 കിലോഗ്രാം ഭാരവും വെച്ചിരുന്നു. താരതമ്യേന പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ ആഫ്രിക്കൻ ബുഷ് ആനകളുടെ അത്ര വലിപ്പം. വൂളി മാമത്തിന്റെ മുന്നിലെ കാലുകൾക്ക് പിന്നിലത്തെ കാലുകളേക്കാൾ നീളം കൂടുതലാണ്. അതിന്റെ പ്രധാന കാരണം ഇതിന്റെ ഭീമൻ കൊമ്പുകളെ താങ്ങാൻ പറ്റിയ വിധത്തിൽ വലിപ്പമുള്ള രീതിയിലാണ് ഇവയുടെ തല പരിണമിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കൊമ്പുകളെ ഉപയോഗിക്കാൻ ഇവയ്ക്ക് കഴുത്തിന്റെ ഭാഗത്തിൽ വൻതോതിൽ മസിൽസ് ഉണ്ട്. ഇതൊക്കെ കാരണം ഇവയുടെ മുൻഭാഗത്തിന് കൂടുതൽ ഭാരമുണ്ട്. ഈ ഭാരം താങ്ങാൻ വേണ്ടിയും പിന്നെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൃത്യമായിരിക്കാനും വേണ്ടിയിട്ടാണ് ഇവയുടെ മുന്നിലെ കാലുകൾ കൂടുതൽ നീളമുള്ള രീതിയിൽ പരിണമിച്ചത്. ഈ ഉയർന്ന കാലുകൾ കാരണമാണ് ശരീരത്തിന്റെ മുകൾ ഭാഗം ആനകളെ പോലെ ഫ്ലാറ്റ് ആയിരിക്കേണ്ടതിന് പകരം ചെറിയ രീതിയിൽ ചരിഞ്ഞിരിക്കുന്നത്. വൂളി മാമത്സ് പൂർണ്ണമായും സസ്യഭുക്കുകളായിരുന്നു. 200 കിലോഗ്രാം ഭാരത്തിന്റെ അളവിലുള്ള സസ്യജാലങ്ങളാണ് ഒരു ദിവസം ഒരു ശരാശരി വൂളി മാമത്ത് കഴിക്കുന്നത്. അതിനാൽ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും ഇവ ആഹാരം തേടുകയായിരിക്കും. ശീതകാലത്തിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ശീതകാലത്തിൽ മഞ്ഞ് മൂടുന്നത് കാരണം ആഹാരം കണ്ടെത്താൻ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ ഒരു ദിവസം 20 മണിക്കൂറുകൾ വരെ ആഹാരം തേടാൻ വേണ്ടി ചിലവാക്കേണ്ടി വരും. വൂളി മാമത്തുകളുടെ കാലത്തിൽ ആർട്ടിക് പ്രദേശം ഇന്ന് കാണുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. മുഴുവൻ തണുത്തുറഞ്ഞ് മഞ്ഞുപാളികൾ കൊണ്ട് മൂടിക്കിടക്കുന്നതിന് പകരം അന്നത്തെ ആർട്ടിക് പ്രദേശം മുഴുവൻ തണുത്ത പുൽപ്രദേശം കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതായത് ഇന്നത്തെ ആഫ്രിക്കൻ സവാനയുടെ ഒരു തണുത്ത വെർഷൻ പോലെ. ഈ ആവാസ വ്യവസ്ഥയിലെ കീസ്റ്റോൺ സ്പീഷീസ് ആയിട്ടാണ് വൂളി മാമത്തുകളെ പരിഗണിക്കുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിൽ വളരെ വലിയ ആഘാതം ചെലുത്തുന്ന ജീവിവർഗങ്ങളാണ് കീസ്റ്റോൺ സ്പീഷീസ്. അതായത് ഒരു ആവാസ വ്യവസ്ഥയുടെ ഘടനകൾ, പ്രവർത്തനങ്ങൾ, ജൈവ വൈവിധ്യം എന്നിവയെല്ലാം നിലനിർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ജീവിവർഗങ്ങളാണ് കീസ്റ്റോൺ സ്പീഷീസ്. ഇത്തരം ജീവികളെ എടുത്തുമാറ്റിയാൽ പരിസ്ഥിതിയിൽ വളരെ വലിയ മോശമായ മാറ്റങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ തന്നെ പൂർണ്ണമായും തകർന്നു പോവുകയോ ചെയ്യും. പുൽപ്രദേശം നിറഞ്ഞ അന്നത്തെ ആർട്ടിക് എക്കോസിസ്റ്റം സംരക്ഷിക്കുന്ന കാര്യത്തിൽ വൂളി മാമത്തുകൾ വളരെ വലിയ പങ്ക് വഹിച്ചിരുന്നു. എത്രത്തോളം വലുതെന്നാൽ ഈ ഒരു ആവാസ വ്യവസ്ഥയെ യഥാർത്ഥത്തിൽ മാമത്ത് സ്റ്റെപ്പ് എന്നാണ് പറയുന്നത് പോലെ. വൂളി മാമത്തുകൾ മഞ്ഞ് ചവിട്ടി മെതിക്കുമ്പോൾ പെർമാഫ്രോസ്റ്റ് ആഴത്തിൽ മരവിച്ച് സുസ്ഥിരമായി നിലനിൽക്കും. മരങ്ങളെ കുത്തി മറിച്ചിട്ട് നശിപ്പിക്കുമ്പോൾ അവിടെ പോഷക സമ്പുഷ്ടമായ പുല്ലുകൾക്ക് വളരാനിടം ലഭിക്കും. ഇവയുടെ വേസ്റ്റിലൂടെ ചെടികൾക്ക് വളരാൻ ആവശ്യമായ പോഷകങ്ങൾ കിട്ടും. അങ്ങനെ ഇവ വളരെ ഉൽപാദനക്ഷമമായ ഒരു ഭൂപ്രകൃതി സൃഷ്ടിച്ചു. മാമത്തുകൾ അപ്രത്യക്ഷമായതോടെ ആർട്ടിക് പ്രദേശങ്ങളും പൂർണ്ണമായും മാറി. ഇന്ന് ആർട്ടിക് പ്രദേശങ്ങളിൽ കുഴിച്ചു നോക്കിയാൽ അവിടുത്തെ സെഡിമെന്റിൽ വളരെ കൃത്യമായ ഒരു അതിര് കാണാൻ കഴിയും. മാമത്തുകൾക്ക് വംശനാശം സംഭവിച്ച കാലത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ അതിരിന് താഴെ വളരെ ഉൽപാദനക്ഷമമായ ഒരു ആവാസ വ്യവസ്ഥയുടെ നിരവധി അടയാളങ്ങൾ കാണാം. അതായത് വൈവിധ്യമാർന്ന ഒരുപാട് ജീവജാല വർഗങ്ങൾ പണ്ടിവിടെ ജീവിച്ചിരുന്നതിന്റെ അടയാളങ്ങൾ. എന്നാൽ അതിനു മുകളിൽ ഉൽപാദനക്ഷമത തീരെയില്ലാത്ത ഒരു ആവാസ വ്യവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. മാമത്തുകളുടെ തിരോധാനം ആർട്ടിക് ആവാസ വ്യവസ്ഥകളെ എത്രത്തോളം ബാധിച്ചുവെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ അടയാളം നോക്കിയാൽ മതി. മാമത്സ് ഇവിടെ ജീവിക്കുക മാത്രമല്ല ചെയ്തത്, യഥാർത്ഥത്തിൽ അവ ഈ ആവാസ വ്യവസ്ഥയെ തന്നെ പിടിച്ചു നിർത്തുകയായിരുന്നു. വൂളി മാമത്സ് അത്യധികം ബുദ്ധിയുള്ള സോഷ്യൽ അനിമൽസ് ആയിരുന്നു. ഇന്നത്തെ ആനകളെ പോലെ വൂളി മാമത്ത് കൂട്ടങ്ങളും മാട്രിയാർക്കൽ ആയിരുന്നു. എന്നുവെച്ചാൽ ഫീമെയിൽസ് ആണ് എപ്പോഴും കൂട്ടത്തെ നയിക്കുന്നത്. ദേശാടനം ചെയ്യുമ്പോൾ ഒരു കൂട്ടത്തിലെ മുഴുവൻ മാമത്സിന്റെ അതിജീവനവും ആ കൂട്ടത്തിനെ നയിക്കുന്ന ഫീമെയിലിന്റെ ഭൂപ്രകൃതിയിലുള്ള അറിവിനെ ആശ്രയിച്ചായിരിക്കും. ദേശാടനം നടത്താനുള്ള സുരക്ഷിതമായ വഴികളും അവിടെയുള്ള ജലസ്രോതസ്സുകളും ആഹാര സ്രോതസ്സുകളും കാലാവസ്ഥകളും അങ്ങനെ എല്ലാം തന്നെ ആ ഫീമെയിലിന് അറിയാമായിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ കൂട്ടം മുഴുവൻ കൊല്ലപ്പെടും. പ്രായപൂർത്തിയാകുമ്പോൾ മെയിൽസ് കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞു പോകും. ശേഷം ഒന്നുകിൽ അവ ഒറ്റയ്ക്ക് ജീവിക്കും, അല്ലെങ്കിൽ ഇതുപോലെ പിരിഞ്ഞു വന്ന മറ്റു മെയിൽസിനെ കണ്ടെത്തുകയും അങ്ങനെ കുറെ മെയിൽസ് കൂട്ടം കൂടി ജീവിക്കുകയും ചെയ്യും. ഫീമെയിൽ ഹേഡ്സിനെ പോലെ മെയിൽ ഹേഡിലും വളരെ കൃത്യമായ ഒരു അധികാരക്രമമുണ്ടായിരിക്കും. എപ്പോഴും പ്രായവും വലിപ്പവുമൊക്കെ ഏറ്റവും കൂടുതലുള്ള മെയിലായിരിക്കും ഒരു ഹേഡിന്റെ തലവൻ. അധികാരത്തിനു വേണ്ടി ഇവ പൊതുവെ പരസ്പരം യുദ്ധം ചെയ്യാറില്ല. എന്നാൽ മെയ്റ്റിങ്ങിന് വേണ്ടി നിരന്തരം യുദ്ധം ചെയ്യുമായിരുന്നു. മെയ്റ്റിംഗ് സീസൺ ആകുമ്പോൾ മെയിൽസ് ഏതെങ്കിലും ഫീമെയിൽ ഹേഡിൽ ജോയിൻ ചെയ്യും. ആ സമയം മറ്റു മെയിൽസിൽ നിന്നും കടുത്ത കോമ്പറ്റീഷൻ ഉണ്ടാകും. അങ്ങനെ മെയിൽസ് തമ്മിൽ ഘോരമായ ഫൈറ്റ് നടക്കും.
ഭീമൻ കൊമ്പുകളെ തന്നെയാണ് പ്രധാനമായും ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടുള്ളതിന്റെ പല വിധത്തിലുമുള്ള അടയാളങ്ങളും വൂളി മാമത്തിന്റെ ഫോസിലുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഫോസിൽ എന്ന് ഉദ്ദേശിച്ചത് പ്രധാനമായും ഇവയുടെ കൊമ്പുകളാണ്. എന്തെന്നാൽ ഇവയുടെ കൊമ്പുകൾ ജീവിതകാലം മുഴുവനും വളർന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ വർഷവും പുതിയ പുതിയ പാളുകൾ കൊമ്പുകളിൽ രൂപപ്പെടും. അതായത് ഏതാണ്ട് മരങ്ങളുടെ റിങ്സ് പോലെ. ഇതിൽ വൂളി മാമത്തിന്റെ ജീവിത ചരിത്രത്തിന്റെ പല ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ഇതിലൂടെയാണ് വൂളി മാമത്തുകളെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. വൂളി മാമത്തുകളുടെ കഴുത്തിന് മുകളിൽ ഒട്ടകങ്ങളിൽ കാണുന്നത് പോലെ ഒരു മുഴ കാണാം. അത് യഥാർത്ഥത്തിൽ ഒട്ടകങ്ങളുടെ മുഴ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഈ മുഴയ്ക്കുള്ളിൽ ഫാറ്റ് ശേഖരിച്ചു വെക്കും. ശീതകാലത്ത് ആഹാര സ്രോതസ്സുകൾ തീരെ കുറയും. അപ്പോൾ ഈ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഫാറ്റിനെ ഊർജത്തിന് വേണ്ടി ഉപയോഗിക്കും. അതിനു പുറമെ തണുപ്പിനെ പ്രതിരോധിക്കാനും ഈ മുഴ സഹായിച്ചിരുന്നു. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപാണ് വൂളി മാമത്തുകൾക്ക് വംശനാശം സംഭവിച്ചത്. ഇവയുടെ വംശനാശത്തിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് കാലാവസ്ഥാ വ്യതിയാനം. ഏതാണ്ട് 12,000 വർഷങ്ങൾക്കും 10,000 വർഷങ്ങൾക്കുമിടയിൽ അവസാനത്തെ ഐസ് ഏജ് അവസാനിച്ചു. അതോടെ താപനില വളരെ വേഗം ഉയരാൻ തുടങ്ങി. താപനിലയിൽ പെട്ടെന്നുണ്ടായ ഈ മാറ്റം വൂളി മാമത്തിന് അത്രയും വേഗത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. താപനില മാറിയതോടെ ആർട്ടിക് ആവാസ വ്യവസ്ഥ തന്നെ പൂർണ്ണമായും മാറാൻ തുടങ്ങി. പുൽപ്രദേശങ്ങളെല്ലാം പതിയെ ചതുപ്പ് നിലങ്ങൾ പോലെയായി. അതും വൂളി മാമത്തിന് വലിയൊരു അടിയായി. പക്ഷേ ഇതുകൊണ്ട് മാത്രം വൂളി മാമത്തിന് വംശനാശം സംഭവിച്ചു എന്ന് പറയാൻ കഴിയില്ല. എന്തെന്നാൽ ഐസ് ഏജ് കാലഘട്ടത്തിനിടയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് വാർമിംഗ് കാലഘട്ടങ്ങളും ഉണ്ടായിരിക്കും. അതിനാൽ ഇതുപോലെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പണ്ടും വൂളി മാമത്സ് പല തവണ നേരിട്ടിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം ഇവ അതിജീവിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം എങ്ങനെയാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്? ഇവിടെയാണ് രണ്ടാമത്തെ കാരണം വരുന്നത്. അത് മനുഷ്യരാണ്. ഏതാണ്ട് 90,000 മുതൽ 60,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ മനുഷ്യരാശി ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. മനുഷ്യര് എവിടെയൊക്കെ വ്യാപിച്ചോ അവിടെയെല്ലാമുള്ള വലിയ ജീവികളൊക്കെ അധികം വൈകാതെ തന്നെ നശിച്ചു. അവയെ അമിതമായി വേട്ടയാടി മനുഷ്യരെ വംശനാശത്തിലെത്തിച്ചു. ഏകദേശം 35,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ മനുഷ്യര് വൂളി മാമത്സിനെയും വേട്ടയാടാൻ തുടങ്ങി. ഒരൊറ്റ വൂളി മാമത്തിനെ പിടികൂടിയാൽ കുറെ നാളുകൾ അതിനെ ആഹാരമാക്കാം. മാമത്തുകൾ വളരെ പതിയെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവിവർഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വൂളി മാമത്തുകളെയാണ് മനുഷ്യരെ വേട്ടയാടിയിരുന്നതെങ്കിലും കാലക്രമേണ അവയെ വംശനാശത്തിലെത്തിക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം വൂളി മാമത്തുകൾ ഓൾറെഡി കഷ്ടപ്പെടുകയായിരുന്നു. അതിന്റെ ഒപ്പം മനുഷ്യരും കൂടെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവയ്ക്ക് ഒട്ടും അതിജീവിക്കാൻ പറ്റാതെയായി. ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിരുന്നെങ്കിൽ തീർച്ചയായും അവയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ 2 മരണങ്ങളും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ അവയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് വൂളി മാമത്തിന് വംശനാശം സംഭവിച്ചത്. ഇത് കേട്ടപ്പോൾ പുരാതന മനുഷ്യരോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ ഓർക്കുക, അവര് അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ അതിജീവിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് പോലും. എന്തായാലും ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുന്നേ ഭൂരിപക്ഷം വൂളി മാമത്ത് വർഗ്ഗങ്ങൾക്കും വംശനാശം സംഭവിച്ചു. എന്നിരുന്നാലും ഒരു ചെറിയ കൂട്ടം വൂളി മാമത്തുകൾ സൈബീരിയയ്ക്ക് സമീപമുള്ള റാങ്കൽ എന്നൊരു ദ്വീപിൽ വീണ്ടും കുറെ കാലം അതിജീവിച്ചു. ഐസേജ് കാലഘട്ടത്തിൽ സമുദ്രത്തിലെ ജലനിരപ്പ് ശകലം കുറവായിരുന്നു. അതിനാൽ സൈബീരിയയും റാങ്കൽ ഐലൻഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ അന്ന് ഒരു ലാൻഡ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതിലൂടെയാണ് ഈ വൂളി മാമത്സ് ഈ ദ്വീപിലെത്തിയത്. ഈ ദ്വീപിൽ മനുഷ്യരുടെ ഇടപെടലൊന്നും ഇല്ലാത്തതിനാൽ മറ്റ് പ്രദേശങ്ങളിലുള്ള സകല വൂളി മാമത്ത് പോപ്പുലേഷൻസും പൂർണ്ണമായും നശിച്ച ശേഷവും വീണ്ടും ആയിരക്കണക്കിന് വർഷങ്ങളോളം കാലം വരെ ഇവ ഇവിടെ അതിജീവിച്ചു. ഇവിടെ ജീവിച്ചിരുന്ന അവസാനത്തെ വൂളി മാമത്തും നശിച്ചത് ഏതാണ്ട് 4,000 വർഷങ്ങൾക്ക് മുൻപാണ്. ഓർക്കുക, അതിനും നൂറ്റാണ്ടുകൾക്ക് മുന്നേ മനുഷ്യൻ ഗിസയിലെ പിരമിഡുകൾ നിർമ്മിച്ചിരുന്നു. ആർട്ടിക് പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നതിനാൽ ഒരുപാട് വൂളി മാമത്തുകളുടെ ശരീരങ്ങൾ നശിക്കാതെ മഞ്ഞിൽ ഉറഞ്ഞു കിടന്നു. അങ്ങനെയുള്ള നിരവധി ശരീരങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ചില മാമത്സിന്റെ ശരീരത്തിൽ അവയുടെ ആഹാരം വരെ പ്രിസർവ്ഡ് ആയിരുന്നു. ഒരു മാമത്തിന്റെ ശരീരത്തിൽ അതിന്റെ തലച്ചോറ് പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ജീവിവർഗത്തിനെ പോലെ വൂളി മാമത്തുകളെ കുറിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വൂളി മാമത്തിന്റെ പൂർണ്ണമായ DNA നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ DNA ഉപയോഗിച്ച് ഒരുപക്ഷെ നമുക്കിന്ന് വൂളി മാമത്തുകളെ തിരികെ കൊണ്ടുവരാൻ കഴിയും. അതിനുള്ള പല ശ്രമങ്ങളും ഇന്ന് വളരെ ആക്റ്റീവായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്നതിനേക്കാൾ ഉപരി ഇതിനെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനാണ് കൂടുതൽ പ്രസക്തി.
കാരണം ഇവയെ വംശനാശത്തിലെത്തിച്ച അതേ ജീവികളാണ് ഇപ്പോൾ ഇവയെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതുമെന്ന് ഓർക്കണം. ഇങ്ങനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിജീവനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടോ അല്ല, മറിച്ച് നമുക്കത് പറ്റും എന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ചരിത്രത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്നാൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ വൂളി മാമത്തുകളെ തിരികെ കൊണ്ടുവന്നാലും നാളെ ഒരു കാലത്ത് നമ്മൾ തന്നെ അതിനെ വീണ്ടും ഇല്ലാതെയാക്കും. അപ്പോൾ പിന്നെ തിരികെ കൊണ്ടുവരുന്നത് ഒരു സെക്കൻഡ് ചാൻസ് ആയിരിക്കില്ല, പകരം പണ്ടത്തെ അതേ അവസാനത്തിന്റെ തുടക്കമായിരിക്കും.